ഡ്രെയിൻ സെലക്ടറിൻ്റെ ആ സ്വിച്ച് കംപ്ലൈൻ്റ് വെറുതെ കിടന്ന് കറങ്ങിയാണ്. അപ്പം നമ്മളിത് അഴിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഇവിടെയും 1 2 3 4 സ്ക്രൂ ഉണ്ടാവും. അത് അഴിക്കുക. അത് അഴിച്ച് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ പതുക്കെ ഒടിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വിട്ടു. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ പൊന്തിക്കുക. എന്നിട്ടിങ്ങനെ പൊന്തിച്ചു കഴിഞ്ഞാൽ സാധനം ഇങ്ങനെ ഊരി വരുന്നു. അത് മാറ്റി വെക്കുക. അപ്പോൾ ഇതാണ് ഡ്രെയിൻ സെലക്ടറിൻ്റെ കണക്ഷൻ. ഇത് പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ മോളിൽ നിന്ന് തിരിക്കുമ്പോൾ ഇത് കണ്ടോ, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അത് പൊന്തിച്ച് കഴിഞ്ഞാൽ കണ്ടോ വെള്ളം വരുന്നുണ്ട്. വെള്ളം വന്നു. ഇതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ അഴിക്കാൻ നോക്കി. ഇതും ഇവിടെ ഉണ്ട് ഒരു സ്ക്രൂ. ഇത് രണ്ടും അഴിക്കാൻ നോക്കിയാലാണ് നമുക്ക് ഈ ഒരു വലിയ പോർഷൻ അഴിച്ചെടുക്കാൻ പറ്റുക. പക്ഷെ അത് നടക്കാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇത് ഇവിടെ ഈ ഭാഗം അഴിക്കാൻ നോക്കുകയാണ്. ഏകദേശം ഇത്രയും ഭാഗം അഴിച്ചു. ഏകദേശം അത് നമ്മൾ ഊരി എടുത്തിരിക്കുകയാണ്. സേഫായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതുവഴി ജസ്റ്റ് ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തിരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യണം. ഇതാണ് ഡ്രെയിൻ സെലക്ടറിൻ്റെ സ്വിച്ച്. അപ്പം നമ്മളിത് അഴിക്കാൻ നോക്കി. ഇത് അഴിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നോക്കി, താഴത്ത് നോക്കി, ഇത് കണ്ട. ഇത് നമ്മൾ തിരിക്കുമ്പോൾ ഇത് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നീളം കൂടിപ്പോവുകയോ അങ്ങനെ എന്തോ വലിഞ്ഞു പോവുകയോ എന്തോ ചെയ്തതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അത് നമ്മളെന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യും. റെഡി. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് താഴത്തേക്ക് മാക്സിമം വലിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇത് ഇങ്ങനെ ഓടിച്ചെടുത്തേക്കാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വലിച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇത് ലൂസായിപ്പോയതാണ് പ്രശ്നം. എന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ജസ്റ്റ് ഒന്നിങ്ങനെ അതുമേൽ ചെയ്യണം. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്റ്റാപ്ലറാണ്. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക. ലാസ്റ്റ് ഇവിടെയും കൂടി ഒരെണ്ണം അടിക്കണം. നേരെ അടിച്ചു കൊടുക്കുക. ഓക്കെ. മതി.